നമസ്കാരം. TN ന്യൂസിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്ന ശ്രീജിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിയാത്രക്കാരനെ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. അറസ്റ്റിന് പിന്നാലെ ശ്രീജിത്തിന്റെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. തിരുവനന്തപുരം രാജാജി നഗർ സ്വദേശി സുരേഷിനാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ശ്രീജിത്തിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി ശ്രീജിത്ത് ഇവിടെ സമരം ചെയ്തു വരികയായിരുന്നു. ശ്രീജിത്തിന്റെ സഹോദരന്റെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. സർക്കാർ ആ കേസ് CBIക്ക് വിടുകയായിരുന്നു. CBIയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് കസ്റ്റഡിയിലുണ്ടായ മരണമല്ലെന്നും ശ്രീജിത്തിന്റെ സഹോദരൻ വിഷം കഴിച്ചാണ് മരിച്ചതെന്നുമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പോലും ശ്രീജിത്ത് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും സമരം തുടരുകയായിരുന്നു. ഇടയ്ക്ക് മുഖ്യമന്ത്രിയെ തെറി വിളിച്ചതിനും വഴിയാത്രക്കാരെ മോശമായി സംസാരിച്ചതിനുമെല്ലാം ശ്രീജിത്തിനെതിരെ ഇതിനു മുൻപും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വഴിയാത്രക്കാരനായ സുരേഷുമായി വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് അയാളുടെ തലയിൽ കല്ലുകൊണ്ട് ഇടിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് കൺട്രോൾമെന്റ് പോലീസ് സ്ഥലത്തെത്തുകയും ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. സുരേഷിന്റെ തലയിൽ 6 സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നത്. ശ്രീജിത്തിനെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.